സുദീപിന്റെ പ്രോപ്പർട്ടിയിൽ വീട് വെക്കുന്നതിനെ കുറിച്ച് അയാളോട് സംസാരിക്കുന്ന ശ്രുതിയും അരുൺ തോമസും. ഒരു യാത്രക്കിടയിൽ വഴിയിൽ വെച്ച് ശ്രുതിയെ സിറിൽ കാണുന്നു. സുദീപും ശ്രുതിയും ഒരുമിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്നത് കണ്ടുവെന്ന് ജയസുധയോടും ഭാനുവിനോടും പറയുന്ന ജലജ ഇക്കാര്യം രവിയോട് പറയുന്നു. ഈ സമയം അവിടേക്ക് വരുന്ന സുദീപും ശ്രുതിയും. ശ്രുതി ജയസുധയോട് സുദീപിന്റെ ടേസ്റ്റുകളെ പറ്റി വർണ്ണിക്കുന്നു. വിഷമവൃത്തത്തിലാവുന്ന സുദീപും ജയസുധയും. ഇനി തുടർന്ന് കാണുക. ഇനി ചെന്നിട്ട് വേണം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ. സുദീപേട്ടാ, ഇന്നിനെ എന്തുണ്ടാക്കാനാ പറഞ്ഞേ? ഞാനത് മറന്നുപോയി തിരക്ക് കാരണം. ഇങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നുമോള് കുഴഞ്ഞു പോകത്തേ ഉള്ളൂ. അവൾക്കാണെങ്കിൽ വെള്ളം ചൂടാക്കാൻ പോലും അറിയത്തില്ല. പിന്നെ ആ മൊരിഞ്ഞ ദോശ എടുക്കുമ്പോ അത് കരിഞ്ഞ ദോശയാവും. പിന്നെ ചിക്കന്റെ കാര്യം പറയണ്ടല്ലോ. ആ ജയസുദേ, എനിക്ക് അതിലും രസം തോന്നിയതേ ഈ സുദീപേട്ടന്റെ ഡ്രസ് സെലക്ഷനാ. ഭയങ്കര ഫാന്റസിയാ. ഒന്ന് കേൾക്കേണ്ട തന്നെയാ. ഈ ക്രീം കളറുള്ള ടീഷർട്ടും ഡാർക്ക് ജീൻസും ആൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അതിന്റെ സൈസ് പോലും പറഞ്ഞു. പിന്നെ സുദീപേട്ടൻ പറയുന്നത് സുദീപേട്ടന്റെ മനസ്സും സ്വപ്നങ്ങളും അറിയുന്ന ഒരു പെണ്ണിനെ തന്നെ കിട്ടേണ്ടിയിരുന്നെന്നാ. സുദീപേട്ടന് കുടുംബജീവിതത്തെ കുറിച്ച് ഭയങ്കര സ്വപ്നങ്ങളാ. എന്ത് റൊമാൻറ്റിക് ആണെന്നറിയൂ. എന്റെ ഭർത്താവാണെങ്കിൽ നേരെ തിരിച്ചു. ഹോ, എങ്ങനെയൊരു ഭർത്താവിനെയാ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇത് രവേട്ടനും സബദീച്ചും കൂടി തീരുമാനിച്ചാണ് പോലും. ഓ, ഇനിയിപ്പം എങ്ങനെയാവൂന്നറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, നല്ല കുട്ടിയാ ജയിച്ചത്, നല്ല മിടുക്കിയാണെന്ന്. ദേ, അത് തെറ്റിക്കല്ലേ കേട്ടോ. അപ്പൊ നിങ്ങൾ ഒത്തിരി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇത്രയും സംസാരിക്കാൻ സമയം കിട്ടണ്ടേ? ആ, രാവിലെ ഇറങ്ങിയതാ. മര്യാദയ്ക്കൊന്നും കഴിച്ചു പോലുമില്ല. പിന്നെ സുദീപേട്ടൻ ഭയങ്കര കെയറിങ്ങാ. വളരെ ശ്രദ്ധിച്ചൊക്കെ പതുക്കെ ബൈക്ക് ഓടിച്ചത്. ഇപ്പം 4 മാസം കഴിഞ്ഞു. പിന്നെ വരുന്ന വഴി മെഡിക്കൽ ഷോപ്പിൽ നിർത്തി മരുന്നൊക്കെ മേടിച്ചു. വന്നേ ഇങ്ങോട്ട്. കണ്ടോ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ അവളുടെ ഒരു അധികാരം കണ്ടില്ലേ? അമ്മയുടെ അതേ സ്വഭാവ. കല്യാണം കഴിഞ്ഞ ഇനി പൊടിമോന്റെ അവസ്ഥ എന്താവും എന്തോ. അങ്കിളിന്റെ അവസ്ഥ തന്നെയായിരിക്കും. കണ്ടോ ചൂടില ഉടക്ക വരുന്നുണ്ട്. എങ്ങോടാ മോളെ? ഞാനൊന്ന് പുറത്തു പോവാച്ച സുദീപേട്ടന്റെ കൂടെ. എന്തിനാ? കാര്യമുണ്ട്. എങ്ങോട്ടാ പോകുന്നേ? അത് അച്ഛനോട് പറയേണ്ട കാര്യമില്ല. ചൂടില ആളൊരു പാവാട്ടോ. ഈ ചാട്ടേ ഉള്ളൂ, പെട്ടെന്ന് തണുക്കും. എന്നെ കണ്ടില്ലേ? നമ്മുടെ ഓർഡിനറി ബസ് പോലെയാ. സ്റ്റാർട്ടിങ് ആ കുഴപ്പം, പിന്നെ അങ്ങ് ഓടിക്കോളും. ബ്രേക്ക് ഡൗൺ ആയാലോ? അത് പറയാനുണ്ടോ? വഴി കിടക്കും. കുറച്ചാള് വലിച്ചോണ്ട് കിടക്കും. അവസാനം കട്ടപ്പുറത്ത്. ജീവിതം എന്ന് പറഞ്ഞാലും അത്രയല്ലേ ഉള്ളൂ. അതെ, ഒന്നിങ്ങ് വന്നേ. സിംഗിൾ ബെല്ല. ഇങ്ങോട്ട് വരാൻ. ഓക്കെ. എന്താ ജലജേ, എന്താ വിളിച്ചത്? കേട്ടല്ലോ, ഒരുത്തി വിളമ്പിയത് കേട്ടല്ലോ. അവന്റെ അടി മുതൽ മുടി വരെ വർണ്ണിക്കുന്ന കേട്ടില്ലേ? ഞാനും കേട്ടു. അപ്പോ അത്രമാത്രം അടുപ്പം അവര് തമ്മിലുണ്ടെന്ന് നമ്മുടെ കൊച്ചിനെ വിളിച്ച് ഇത്തരത്തിൽ 2 വാക്കാവും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇതിന്നൊക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? എന്റെ ജലജേ, അവരൊന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ. അപ്പൊ ഓരോന്ന് സംസാരിക്കുമ്പോ പറയുന്നതായിരിക്കും. നിങ്ങൾ എന്റെ മോളുടെ തന്തയാണോ അതോ അവളുടെ തന്തയാണോ? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. ഇങ്ങ് നോക്കിയേ, അവര് വീട്ടിൽ നിന്ന് പറഞ്ഞു എന്നല്ല പറഞ്ഞത്. ഇന്ന് രാവിലെ അവന്റെ കൂടെ ബുള്ളറ്റ് കയറി വരുമ്പോ പറഞ്ഞു എന്നാ പറഞ്ഞത്. അത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ?
ജലജെ, അതൊക്കെ നമ്മൾ എന്തിനാ നെഗറ്റീവായിട്ട് എടുക്കുന്നേ? അവൻ നിർബന്ധിച്ചു കൊണ്ടുവന്നതല്ലേ? ആയിക്കോട്ടെ, മുള്ള ഇല വീണാലും ഇല മുള്ള വീണാലും ആർക്കാ കേട്? നമ്മുടെ മോക്ക്. ഹ്, അവരുടെ സംസാരം രീതിയൊക്കെ കേട്ടിട്ട് ഇതൊന്നും വെറും കളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവും. ഹാ, എങ്ങനെ കൈവിടുന്നാ പറയണേ? ഒന്നാമത് ഒരു വയറ്റുകണ്ണി. അവളുടെ ഭർത്താവ് ഇവിടെ ഇല്ല. അയാൾ ലീവിന് വരുമ്പോൾ വിളിച്ചോണ്ട് പോവുമല്ലോ. പിന്നെന്താ ജലജ പ്രശ്നം? നിങ്ങൾ അവളുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. അങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടോന്ന് അറിയോ നിങ്ങൾക്ക്? അറിയില്ല. ഞാൻ അന്ന് അവിടെ ചെന്ന് അവളെ ആ വീട്ടിൽ വെച്ച് കണ്ടപ്പോ മുതൽ ചോദിക്കുക, ബന്ധുക്കാരോ സ്വന്തക്കാരോ ഭർത്താവോ ആരെങ്കിലും ഉണ്ടോന്ന്. അന്നേരം എന്താ പറഞ്ഞേ? ഇപ്പതാ കണ്ടില്ലേ, ഇന്നലെ കണ്ട ചെറുക്കന്റെ ബൈക്കിൽ കയറി ചുറ്റുന്നു. വയറ്റുകണ്ണിയാണ് പോലും. അതവിടെ വെച്ചേ. അമ്മേ, ഞാൻ പോവാണേ. അതെ, എനിക്കുണ്ട് ചോദിക്കാനും പറയാനും പറ്റിയ കുടുംബക്കാര്. ഞാൻ കാര്യങ്ങൾ എന്റെ ആങ്ങളോടും അമ്മാവനോടൊക്കെ പറയട്ടെ. നിങ്ങളെ കൊണ്ട് യാതൊരു ഗുണവുമില്ലല്ലോ. അവരെങ്കിലും ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ദേ, ഈ ചെറിയ കാര്യം എല്ലാവരും അറിയിച്ച് നാറ്റക്കേസാക്കല്ലേ ജലജെ. പിന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടായ പോലെ ആവും കാര്യങ്ങള്. ഇതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഇപ്പോഴാണെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ കല്യാണം അറിയിച്ചിട്ടുള്ളൂ. അവരോട് കാര്യങ്ങൾ പറയാം. ഇത് നടന്നു കഴിഞ്ഞ് എന്റെ കുഞ്ഞ് കണ്ണീര് കുടിക്കുന്നതിനേക്കാൾ നല്ലതാ അത്. അവരൊക്കെ വന്ന് ഇടപെടുമ്പോ അതിന്റെ രീതിയും സ്വഭാവവും ഒക്കെ മാറും. ചിലപ്പോ നമ്മൾ വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ നിന്നൊന്നും വരില്ല. അങ്ങനെ വരുമ്പോ അവർ ഈ കല്യാണം വേണ്ടെന്ന് തീരുമാനിച്ചാലോ? ആർക്കാ ജലജ നഷ്ടം? നമ്മുടെ മോളുടെ മനസ്സിന്റെ കാര്യം. ഇതൊന്നും ചിന്തിക്കാത്തത് എന്താ? കെട്ടിക്കൊണ്ടുപോയി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഇപ്പൊ ഒരു തീരുമാനം എടുക്കുന്നത്. ദേ, അവൾ അവിടുന്ന് പറഞ്ഞു വിടുന്നതിൽ കുറഞ്ഞൊരു തീരുമാനത്തിന് ഞാൻ സമ്മതിക്കില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം. വാ ഇങ്ങട്. ദേ നിൽക്കുന്നു. ചെന്ന് പറഞ്ഞുവിട്. വീട്ടിൽ വന്നു കയറിയ ആളിനോട് ഇറങ്ങിപ്പോവാൻ പറയുന്നത് എങ്ങനെയാ? KSRTCയിൽ ടിക്കറ്റ് കാശില്ലാതെ വന്ന് കയറുന്നവരെ പോലും ഞാൻ ഇറക്കി വിടാറില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞുവിടാം. പിന്നെ ജലജ, അപ്പൊ സുദീപിന്റെ സകല കാര്യങ്ങളും നീ ചോദിച്ചറിഞ്ഞു വെച്ചിരിക്കല്ലേ ഇത്രയും ചുരുങ്ങിയ നാളുകൊണ്ട്? ആളെ അടുത്തറിയാൻ എത്ര നാളൊന്നും വേണ്ട ജലജേടത്തി. ചിലരുടെ ഒരു നോട്ടം മതി, ചിലരുടെ ഒരു വാക്ക് മതി, ചിലരുടെ രൂപം തന്നെ ധാരാളം. അല്ലെങ്കില് ആ പറഞ്ഞത് കറക്റ്റാ. ആൾക്കാർ കൊമ്പനാനയും കടുവയൊക്കെ മെരുക്കി വളർത്തുന്നില്ലേ ജലജെ? അതുപോലെ തന്നെ ചില മനുഷ്യരും. ഇണങ്ങാനിത്തിരി പാടാണെന്നേ ഉള്ളൂ. അത് ഡൈവർ എവിടെയോ ഒന്ന് കൊള്ളിച്ചതാണല്ലോ. അത് പിന്നെ ഈ റോങ് സൈഡിൽ ഓവർടേക്കിംഗ് അത് വേണ്ട. ചില നേരത്ത് നിന്റെ വർത്തമാനം നല്ല ഒന്നാം തരം തമാശ കേട്ടോ. പറയാതിരിക്കാൻ നിർവാഹമില്ല, അല്ലേ ശ്രുതി? എനിക്കതൊരു തമാശയായിട്ട് തോന്നിയില്ല. പക്ഷേ മറ്റു പലതും കാണുമ്പോ തമാശയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നീങ്ങു വന്നേ. നിന്റെ വീട് പണിയൊക്കെ എവിടം വരെ ആയി? കൊറേ കാലം ആയല്ലോ തുടങ്ങിയിട്ട്. സത്യം പറയാലോ ജലജേടത്തി, ഞാനിപ്പ എന്റെ വീടും കുടുംബവും ഒക്കെ അങ്ങ് മറന്നു. സുദീപ് സാറിന്റെ വീടാണ് ഇപ്പൊ എന്റെ സ്വപ്നം. കേട്ടില്ലേ ഇവളുടെ ആഗ്രഹം? ഞാൻ അന്നേ പറഞ്ഞു, ഇവക്കവിടെ വീടും ഇല്ല, സ്ഥലവും ഇല്ല, ഭർത്താവും ഇല്ല, കുടുംബവും ഇല്ല. ഒക്കെ തട്ടിപ്പാ. പോലീസിൽ പിടിച്ചു കൊടുക്കണം ഇവളെ. 4 പെട കിട്ടുമ്പോ ഉള്ള സത്യമൊക്കെ ഇങ്ങ് പുറത്തു വരും. ആഹാ, അത് കൊള്ളാലോ. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഒക്കെ നിങ്ങളുടെ ഭാവി മരുമകന് അവന്റെ വീട്ടുകാരുമല്ലേ. അതിന് എന്റെ തോളത്ത് കയറുന്നതിനാ? ജലജേടത്തി പോലീസിനെയോ പട്ടാളത്തിനെയോ ആര് വേണമെങ്കിലും വിളിക്കും. ഉത്തരം അവരെ പറഞ്ഞോളും. ഒപ്പം നിങ്ങളും.
നിനക്കിപ്പം നല്ല ജോലിയുണ്ട്, കൂലിയുണ്ട്. നാട്ടിൽ എത്ര ഹോസ്റ്റലുകളുണ്ട്, വീടുകളുണ്ട്, ഫ്ലാറ്റുകളുണ്ട്. നിനക്ക് അവിടെ എവിടെയെങ്കിലും പോയി താമസിച്ചൂടെ? ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. അതിനിവിടെ ആർക്കാ ജലജർത്തി പ്രശ്നം? എന്നെ അവിടേക്ക് നിർബന്ധിച്ച് വിളിച്ചത് അവരാ. ഇപ്പോ ഞാൻ അവിടുന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചപ്പോ എന്നെ വിടാതെ നിർത്തുന്നത് സുദീപാ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? സുദീപോ? നേരത്തെ നീ സുദീപ് സാറെന്ന് വിളിക്കുന്ന കേട്ടല്ലോ. ഞാൻ സുദീപ് സാർ എന്ന് വിളിക്കും, സുദീപ് ഏട്ടാന്ന് വിളിക്കും, സുദീപ് എന്ന് വിളിക്കും, വേണമെങ്കിൽ സുധി എന്നും വിളിക്കും, വേണമെങ്കിൽ സുധീന്നും വിളിക്കും. അത് ഞങ്ങൾ തമ്മിലുള്ള റിലേഷനാ. അല്ല, അതിന് ഏടത്തിന് നെഞ്ചു പൊട്ടുന്ന എന്തിനാ? പൊട്ടൂടി, എന്റെ നെഞ്ചു പൊട്ടും. കാരണം നീ ഒറ്റ ഒരുത്തിയാ എന്റെ മോളുടെ ജീവിതം കുട്ടിച്ചോറാക്കാൻ പോകുന്നത്. അപ്പൊ നെഞ്ചു പൊട്ടിപ്പോകും. നാണവും മാനവും ഇല്ലല്ലോടി നിനക്ക്. ജലജ, എന്താ അസംബന്ധ നീ പറയുന്നത്? കുറച്ചുകൂടി മാന്യമായിട്ട് അപ്പോ സംസാരിച്ചൂടെ? നിങ്ങൾക്കും ഇത് അസംബന്ധമായി തോന്നുന്നുണ്ടോ? എന്തൊരു പരീക്ഷണോ എന്റെ ദേവി. ശ്രുതി, ജലജ പറയുന്നതിനും കാരണമില്ലാതില്ല. എന്ത് കാരണം ഇല്ലാതില്ലെന്ന് അതെന്താ നിങ്ങൾ ഉറപ്പിച്ച് പറയാത്തത്? ഉണ്ടെന്നോ ഇല്ലെന്നോ? എന്തിനാ കിടന്ന് ഉരുളുന്നത്? നീ ഒന്നും ഉണ്ടായിരിക്കും പ്ലീസ്. ശ്രുതി, നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർക്കണം. അല്ലാതെ ഇങ്ങനെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നതിൽ എന്താ ഗുണം? പ്രശ്നം ഞാനല്ലല്ലോ ഉണ്ടാക്കുന്നേ. കുട്ടിക്ക് ഇപ്പൊ ഓഫീസിലേക്കല്ലേ പോണ്ടത്. പൊടിമോൻ വരുമ്പോ ലേറ്റ് ആവും. ഞാൻ നമ്മുടെ കാറിൽ കൊണ്ടാക്കാം. കാറിലോ? പെട്രോളിന് കാശ് കളയാനില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആ വള്ളക്കാരനോട് പറ, അയാൾ കൊണ്ടാക്കും. അല്ല, അത് ബസ്. അതിന് എപ്പോഴാ? അതൊന്നും സാരമില്ല. അതെ, ഞാൻ വള്ളത്തിൽ പൊക്കോളാം. എന്നാ മോള് അതീ കേറിക്കോ, ഞാനും കൂടി വരാം. എടോ, ഒന്ന് അക്കരെ പോണം. അതെ, നാട്ടുകാർക്ക് മുഴുവൻ കല്യാണത്തിന് കുറിയടിച്ച് വിതരണം ചെയ്തു. എന്തായാലും കുടുംബത്തിന് നാണക്കേടായി. എന്റെ മോളുടെ കല്യാണം നടക്കാതെ പോയ അതിന് കാരണക്കാരി നീയാ. എന്റെ ആങ്ങളമാരോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഇന്ന് രാത്രി കൊണ്ടൊരു തീരുമാനം ഉണ്ടാക്കും. എന്ത് തീരുമാനമാണേലും അതിന് മറുപടി പറയാൻ നീ ആ വീട്ടിൽ തന്നെ കാണണം. ഈ കല്യാണം നടക്കാത്തതിന്റെ കാരണം ഞാനാവില്ല, നിങ്ങളുടെ മരുമോനാവാൻ പോകുന്ന ആള് തന്നെ ആയിരിക്കും. ഇപ്പം എന്നെ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തിയതും സുദീപ. ആ സുദീപ് നിങ്ങളുടെ കുടുംബത്തിൽ വാഴത്തില്ലെങ്കിൽ അത് നിങ്ങളുടെ ജന്മദോഷ. വെൽക്കം സർ. ഇവിടെ ഇരിക്കാം. എന്താ വേണ്ടത്? എനിക്ക് ഏത് ഐസ്ക്രീമാ? എനിക്ക് ഐസ്ക്രീം ഒന്നും വേണ്ട. ചുമ്മാ പെണങ്ങല്ലേ കൊച്ചുകുട്ടികളെ പോലെ. തനിക്ക് ഏത് ഫ്ലേവർ വേണ്ട പറ. എനിക്ക് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഐസ്ക്രീം മേടിച്ചു തരുന്നത്. എന്റെ ടേസ്റ്റ് എന്താണെന്ന്, ഇഷ്ടങ്ങൾ എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ.
വേണ്ടത്? ഒരു മാംഗോ ഫ്ലേവറും ഒരു സ്പാനിഷ് ഡിലൈറ്റും. ഓക്കെ സർ. കണ്ടവളന്മാരുടെ കൂടെ സുദീപേട്ട് ഇങ്ങനെ കറങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഇത്തിരി ചുറ്റിക്കളി കൂടുതലാ. ഇത്തിരി കാണാൻ കൊള്ളാവുന്നതിന്റെയാ. ഓ, ഒരാൾക്കൊരു ലിഫ്റ്റ് കൊടുക്കുന്ന മഹാ അപരാധമൊന്നും അല്ലല്ലോ. ഞാൻ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് ജീവിച്ച ഒരാളാ. ലിഫ്റ്റ് ചോദിച്ച് എത്രയോ ആണും പെണ്ണൊക്കെ വരുന്നു. മുഖപരിചയം ഇല്ലാത്ത എത്രയോ പേരെ ബൈക്കിന് പിന്നിക്കറ്റി കൊണ്ടുപോകുന്നില്ലേ? താൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വലിയ കഷ്ടമാണ്. സുദീപേട്ടൻ വേറെ ആരോട് മിണ്ടിയാലും പോയാലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അവളോട് വേണ്ടാന്നേ പറഞ്ഞുള്ളൂ. അവളുടെ കാര്യം നോക്കാൻ അവളുടെ ഭർത്താവുണ്ട്, വീട്ടുകാരുണ്ട്. ഓഫീസിൽ പോവാനാണെങ്കിൽ എന്നും വണ്ടി വരും, അല്ലെങ്കിൽ ഓട്ടോ എടുത്ത് പോണം. വീട് പണി അവളെ ഏൽപ്പിച്ചു തന്നെ ശരിയായിട്ടില്ല. ഓ, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയില്ലേ നീ? ഇത് ക്യാഷിലായിട്ട് വന്നതാ, നമ്മുടെ പ്രോപ്പർട്ടി അല്ലേ. അപ്പൊ ഒന്ന് കാണണമെന്ന് നമുക്ക് തോന്നി, അത്രേ ഉള്ളൂ. എന്നിട്ട് എന്നെ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ലല്ലോ നമ്മുടെ സ്ഥലമൊന്നും. ഞാനല്ലേ അത് ആദ്യം കാണേണ്ടത്. നമുക്കത് ഇനിയും പോവാലോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറക്കില്ലേ ജപ്പാനിലേക്ക്. തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ വീട് താമസിക്കാനുള്ള രീതിയിൽ റെഡി ആയിരിക്കണം. അതാ എൻ്റെ ഒരു പ്ലാൻ. ജപ്പാനിലേക്കൊന്നും ഞാനില്ല. വരുന്നില്ലേ വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് പോയി ജീവിക്കാനായിരിക്കും വിധി. ജപ്പാനിൽ എവിടെയൊക്കെയാ പോകുന്നത്? ആ, അത് നമ്മൾ പോകുന്നില്ലല്ലോ, പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ജപ്പാന്റെ സകലമാന ജോഗ്രഫിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സ്പെഷ്യാലിറ്റീസേ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. എന്നെ ജപ്പാൻ മുഴുവൻ ഒന്ന് ചുറ്റി കാണിക്കണേ. അപ്പോ ഇയാള് വരുന്നുണ്ടോ? അങ്ങനെ ഇപ്പൊ ഒറ്റയ്ക്ക് പോയി സുഖിക്കാന്നൊന്നും വിചാരിക്കണ്ട. ടോക്കിയോ, ഹിരോഷിമ, യോക്കോഹാമ, ഇവിടെ എവിടെയാ നമ്മൾ താമസിക്കാൻ പോണേ? നമുക്കവിടെ ഇഷ്ടമുള്ള സ്ഥലം പോയി സെലക്ട് ചെയ്യാം. ഹോ, ഇപ്പോഴാ എനിക്ക് സമാധാനായത്. അല്ലെങ്കിൽ അത് ഈ സുദീപേട്ടനൊരു പാവുക. പിന്നെ ഈ കുശുമ്പും കുന്നായ്മയൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കണം. ഞാൻ IT കമ്പനിയിലാണെന്നറിയാലോ. എനിക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നീ അത് വേറെ കണ്ണി കൂടി കണ്ടാലേ ജീവിതം തൊലഞ്ഞു പോവും, കേട്ടല്ലോ. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ സുദീപേട്ട. പക്ഷെ അവളോട് വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ലേ. സമ്മതിച്ചു. ഞാൻ സുദീപേട്ടന്റെ കാര്യത്തിൽ ഇത്തിരി പോസസീവാ. അതിന് ഞാൻ എന്ത് ചെയ്യാനാന്നേ? ചെറുപ്പം മുതൽ അങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന് അങ്ങനെ ആയിപ്പോയതാ. കളിയാക്കി ചിരിക്കൊന്നും വേണ്ട. എനിക്ക് അത്രയും സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ. പക്ഷെ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ സുദീപേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? അതൊക്കെ നിന്റെ വെറും തോന്നല. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിന്നെ കെട്ടാൻ നിൽക്കോ? അതെനിക്കറിയാം. എന്നാൽ എത്ര ഇഷ്ടമുണ്ടെന്നൊന്ന് പറ. പറ സുദീപേട്ടാ, പ്ലീസ് പറ സുദീപേട്ടാ, എനിക്കത് കേൾക്കണം. ആലോചിക്കായിരിക്കും എത്രയാ പറയേണ്ടതെന്ന്. ഇത്രയ്ക്കൊക്കെ ആലോചിക്കാനുണ്ടോ? ലോകത്തുള്ള പെമ്പിളേരൊക്കെ ഇത് തന്നെ ചോദിക്കുന്നത്. ഇനി മെഷർമെന്റ് ടേപ്പും ത്രാസും കൊണ്ട് അടക്കാം. അളന്നും തൂക്കിയും പറയാലോ. സർ, ഇതിലേതാ എനിക്ക് മേടിച്ചത്? നിനക്ക് വേണ്ടി ഇഷ്ടമുള്ള എടുത്തോ. എന്റെ ഇഷ്ടം ഏതാണെന്ന് സുദീപേട്ടൻ അറിയോന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഏതാ ഏതാ പറ. പറയൂ സുദീപേട്ടാ, എന്താ ഇത്ര ആലോചിക്കാൻ? നിനക്ക് ഇഷ്ടമുള്ളത് ഇതാണോ അതോ ഇതാണ്? അപ്പൊ അറിയാം. ഇഷ്ടായോ? പിന്നെ ഇതല്ലേ എന്റെ ഫേവറേറ്റ്. അപ്പൊ അറിയായിരുന്നു അല്ലേ? കഴിക്കാം. ആ, സോറിടാ, കുറെ നേരമായിട്ട് നിന്റെ കോൾ വരുന്നുണ്ടായിരുന്നു. ഞാൻ ചെറിയൊരു ഓട്ടത്തിലായിരുന്നു. എനിക്കറിയാം നീ ഓട്ടത്തിലാണെന്ന്. നീ ഇനി ഓടാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. എവിടെയുണ്ട് ഭഗവാൻ? ഞാനിപ്പോ സീനലിനടുത്തുള്ള ഹാജി അലി ഐസ്ക്രീം പാർലറുണ്ട്. ഞാനതിന്റെ തൊട്ടടുത്തുണ്ടാ. ഞാനങ്ങോട്ട് വരാം. നീ മുങ്ങിക്കളയല്ലേ? ഇല്ലടാ, വാ. ദാ വരുന്നു. ആരാ സുദീപേട്ടാ? എന്റെ ഒരു സുഹൃത്താ. ആണോ പെണ്ണോ? ആണോ പെണ്ണോ എന്ന് ചോദിച്ചാ പെണ്ണ. ഈ സുദീപേട്ട ഒരിക്കലും ശരിയാവില്ല.
തന്നെ തന്നെ കഴിച്ചാ മതി ഐസ്ക്രീം. എന്തുപറ്റി? കഴിക്കടാ. അതെനിക്കൊപ്പം ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഫ്രണ്ടാ, സിറിൽ. സത്യം? സത്യം. എന്നാ സുധീപേട്ടനും കഴിക്കേ. കഴിക്കേ. ദേ സുധീപേട്ട. സോറിടാ, നീ ഇങ്ങനെ ഉമാമഹേശ്വരനായിട്ടായിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. ജയസുധ, ഐ ആം സിറിൽ. ഹായ്. സുധീപേട്ട ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ആ, പിന്നെ കല്യാണ പെണ്ണല്ലേ, ഇവനാള് ഭയങ്കര ഫ്രോഡാ കേട്ടോ. പേടിക്കണ്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇവന്റെ പെണ്ണിന്റെ ഫോട്ടോ ഒന്ന് വാട്സപ്പ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോ അതൊന്നും വേണ്ട, നീ നേരിട്ട് കണ്ടാ മതിയെന്ന്. അവളൊരു ദേവതയാണെന്നൊക്കെയാ പറഞ്ഞത്. ഇവൻ ഈ വെളുത്തു തുടുത്ത പെമ്പിള്ളാരൊരു വീക്ക്നെസ്സാ കേട്ടോ. എത്ര എണ്ണ ഇവന്റെ പിറകെ നടന്നറിയോ. പക്ഷെ ആരുടെയും വല വീണില്ല. തനിക്കാ ലോട്ടറി വീണത്. ലക്കി ഗേൾ, മുറുകെ പിടിച്ചോണം. പിന്നെ ജസ്റ്റ് എ സെക്കൻഡ്, ഒരു ഒഫീഷ്യൽ മീറ്റിംഗ്. ഓക്കെ, വിളിച്ചിട്ട് പോയിക്കോട്ടെ. ഷ്യൂർ. വാടാ. ഇപ്പൊ വരാം.